ഹായ് ഹലോ നമസ്കാരം. മല്ലുമലയുടെ കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗോവാക്കാരുടെ ക്രിസ്മസ് സ്പെഷ്യൽ സ്വീറ്റ് കുൽകുൽ റെസിപ്പി ആയിട്ടാണ്. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ ഒരു ഷേപ്പ് എങ്ങനെ കിട്ടിയെന്നല്ല നിങ്ങൾ ചിന്തിക്കണേ. ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായി 1.5 കപ്പ് മൈദ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിലേക്ക് 1/4 കപ്പ് റവ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് അത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യാണ് അത് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി കൈ കൊണ്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നെയ്യൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചത് അത് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. വീണ്ടും കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലെടുത്തിരിക്കും. അത് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്ന പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഓക്കെ, ഇതാണ്ടോ സെറ്റാണ്. ഈ ഒരു ലെവലിലാക്കിയിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാവിനെ നമുക്ക് ചെറിയ ചെറിയ ബോളാക്കി എടുക്കാനുണ്ട്. ഓക്കെ, ഇതാണ്ടോ ഈ ഒരു വലുപ്പത്തിൽ നമുക്കെല്ലാം ഇതുപോലെ തന്നെ ബോളാക്കി എടുക്കാം. ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മസ്റ്റ് ഐറ്റമാണത്. നിങ്ങളിതുപോലെ കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇനിയാണ് ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം, ഷേപ്പ് എങ്ങനെയാണ് കിട്ടുന്നത് ഞാൻ പറഞ്ഞില്ലേ, അത് ഇതുപോലെയാണ്. ഒരു ഫോർക്ക് എടുക്കുക, എന്നിട്ട് നമ്മുടെ മാവ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി പതുക്കെ ഒന്ന് ഇങ്ങനെ ഒന്നും മടക്കി കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ആണല്ലോ, സെറ്റാണ്. ഇനി ആ 2 ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ, ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഞാൻ വീണ്ടും ഒന്നുകൂടി കാണിച്ചു തരാം. അതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്യാം. സൈഡൊന്ന് ഉപ്പൊക്കെ കൊണ്ട് അതുപോലെ ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി. പതുക്കെ കൊടുത്താൽ മതി. അതാ കണ്ടോ, കറക്റ്റ് ഷേപ്പാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ ഇത്. ഞാൻ വേറെ മെത്തേഡ് കാണിച്ചു തരാം. ഇതാണോ, ഈ ഒരു സംഭവം നമ്മുടെ വീട്ടിലെല്ലാവരും കൂടെ ഉണ്ടാവും. അതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് മാവെടുത്തൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം പതുക്കി ഒന്ന് ഇതെങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ റോൾ ചെയ്താൽ മതി. നമ്മുടെ ഷേപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡൊന്ന് ഒട്ടിക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ. ഞാനിതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നമ്മുടെ സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഷേപ്പാക്കി വെച്ചത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിതാണല്ലോ ആദ്യം ഇട്ടത് കുറച്ച് കളർ പെട്ടെന്ന് മാറി വന്നിട്ടുണ്ട്. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ കൂടുതൽ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. നിങ്ങളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരെന്ന് വെച്ചാൽ നമ്മൾ ഈ പുറത്ത് നല്ല കളറും മാറും, അകത്ത് മാവ് വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ആ കാര്യമൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കണ്ടോ, വേവും കളറൊക്കെ കറക്റ്റ് ലെവലിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതെല്ലാം ഒന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി അടികട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. നല്ലപോലെ തിളവന്ന ശേഷം നമ്മുടെ കുൽകുൽ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 20 സെക്കൻഡ് നേരത്തേക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഓക്കെ, ഇത്രയും മതി. ഇനി ഇതെല്ലാം നമുക്ക് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഈ രീതിയല്ലാതെ വേറൊരു രീതിയും കൂടി ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കുൽകുൽ കുറച്ചെടുത്തിട്ട് അതിലേക്ക് പൗഡർ പഞ്ചസാരയാണ്, അത് നമുക്ക് ഇതേപോലെ ഒന്ന് മേലെ ഒന്ന് ഇങ്ങനെ തുളിച്ച് കൊടുക്കാം. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏതാ ഇതിൽ ഇഷ്ടമായതെന്നൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഗോവ ക്രിസ്മസ് സ്പെഷ്യൽ കുൽകുൽ സ്വീറ്റ് റെസിപ്പിയാണ് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക. അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്